Hi everyone, welcome back to the world of English. ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ലാംഗ്വേജ് ലേണിംഗ് ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞതുപോലെ ബുക്കിൽ എഴുതിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്, വീട്ടുകാരുമായിട്ടും കൂട്ടുകാരൊക്കെ ആയിട്ടൊക്കെ. ബിക്കോസ് അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം ആവശ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, പലതരത്തിൽ നമ്മൾ ചോദിക്കാറുണ്ട് കേട്ടോ. സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡിഡ്. ഡിഡ് ഉപയോഗിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി വേറൊരു പ്രത്യേകത, ഈ ചോദ്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഡിഡ് ഉപയോഗിച്ച് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിക്കാവുന്ന 20ഓളം ചോദ്യങ്ങളും അതിനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കാം. അതങ്ങനെയുള്ള ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജിൽ കുറച്ചുകൂടി എക്യുപ്ഡ് ആകുന്നത്, ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഷാൽ വി ബിഗിൻ? ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഒന്നാമത്തെ സിറ്റുവേഷൻ, അവൻ എന്താ പറഞ്ഞത്? കഴിഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഒരു സുഹൃത്ത് വരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം വേറൊരാൾ അയാളടുത്ത് എന്തെങ്കിലും സംസാരിച്ചിരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുവാണ്. അവൻ എന്താണ് പറഞ്ഞത്? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. വാട്ട് ഡിഡ് ഹി സേ? വാട്ട് ഡിഡ് ഹി സേ? ഇവിടെ റൂള് മനസ്സിൽ വെച്ചോളൂ. ഡിഡ് ചോദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വേർബിൻ്റെ ബേസ് ഫോമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഡിഡ് യു വെൻഡ് എന്ന് ചോദിക്കാൻ പാടില്ല, ഡിഡ് യു ഗോ എന്ന് ചോദിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഡിഡ് യു പ്ലേഡ് എന്ന് ചോദിക്കാൻ പാടില്ല, ഡിഡ് യു പ്ലേ എന്ന് ചോദിക്കാൻ പാടുള്ളൂ. കാരണം ഈ പ്ലേഡും വെൻഡൊക്കെ ഓൾറെഡി പാസ്റ്റ് ഫോം ആണ്. അതുകൊണ്ട് തന്നെ ഡിഡ് വരുമ്പോൾ അതിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്, അവൻ എന്താണ് പറഞ്ഞത്? വാട്ട് ഡിഡ് ഹി സേ? വാട്ട് ഡിഡ് ഹി സേ? വാട്ട് ഡിഡ് ഹി സേ? ഇനി നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് പോവാം. അവനൊന്നും പറഞ്ഞില്ല. അവൻ ഒന്നും പറഞ്ഞില്ല. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഹി ഡിഡ്ന്റ് സേ എനിത്തിങ്. ഹി ഡിഡ്ന്റ് സേ എനിത്തിങ്. ഹി ഡിഡ്ന്റ് സേ എനിത്തിങ്. അവൻ ഒന്നും പറഞ്ഞില്ല. ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. വാട്ട് ഹി സേ? ഹി ഡിഡ്ന്റ് സേ എനിത്തിങ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നീ എന്തുകൊണ്ടാണ് അത് വിട്ടത്? അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് ക്വിറ്റ് ചെയ്തത്? ഒരു വാക്കാണ് ക്വിറ്റ്. വൈ ഡിഡ് യു ക്വിറ്റ്? വൈ ഡിഡ് യു ക്വിറ്റ്? നീ എന്തുകൊണ്ടാണ് ക്വിറ്റ് ചെയ്തത്? ഫോർ എക്സാമ്പിൾ, ഒരാൾ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മടുത്തു, ഞാൻ അത് ഉപേക്ഷിക്കുകയാണ്, ഞാൻ അതിൽ നിന്ന് മാറുവാണ്. ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് വയ്യ, എനിക്ക് ബോറടിച്ചു, ഞാൻ നിർത്തുവാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ക്വിറ്റ് എന്ന് പറയുന്നത്. സോ വൈ ഡിഡ് യു ക്വിറ്റ്? നീ എന്താണ് ക്വിറ്റ് ചെയ്തത്? ഐ ക്വിറ്റ് ബിക്കോസ് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ഞാൻ ക്വിറ്റ് ചെയ്തു ബിക്കോസ് എനിക്കതൊരു താല്പര്യമില്ലായിരുന്നു. ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ഐ ക്വിറ്റ് ബിക്കോസ് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ക്ലിയർ ആണല്ലോ? ഐ ക്വിറ്റ് ബിക്കോസ് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. അടുത്തത് എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് വന്നു കഴിയുമ്പോൾ നീ എന്താ കഴിച്ചത്? നീ എന്താണ് കഴിച്ചത്? സിമ്പിളായിട്ട് ചോദിക്കാം. വാട്ട് ഡിഡ് യു ഈറ്റ്? വാട്ട് ഡിഡ് യു ഈറ്റ്? നീ എന്താണ് കഴിച്ചത്? വാട്ട് ഡിഡ് യു ഈറ്റ്? കണ്ടല്ലോ, ഡിഡ് ഈറ്റ്. വാട്ട് ഡിഡ് യു ഈറ്റ്? അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറയാം നിങ്ങൾ എന്താ കഴിച്ചതെന്ന്. ഐ എയ്റ്റ് ചിക്കൻ ബിരിയാണി, അല്ലെങ്കിൽ ഐ എയ്റ്റ് റൈസ്, ഐ എയ്റ്റ് ചപ്പാത്തി, എന്തോ ആകും കേട്ടോ. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഐ എയ്റ്റ് ചിക്കൻ ബിരിയാണി എന്ന്. സോ ഐ എയ്റ്റ്, ഈ സ്ട്രക്ചർ മനസ്സിൽ വെച്ചോളൂ. ഐ എയ്റ്റ് നിങ്ങളുടെ ഫുഡ് ഐറ്റം, ഐ എയ്റ്റ് ചിക്കൻ ബിരിയാണി. അടുത്തത്, അവൻ എന്തുകൊണ്ടാണ് ഒളിച്ചോടിയത്? ഒളിച്ചോടിയെന്ന് വെച്ചാൽ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടുക എന്നല്ല കേട്ടോ. ഒരു യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ ഒരു ടാസ്കിൽ നിന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നൊക്കെയാണ് അർത്ഥം. സോ എന്തുകൊണ്ടാണ് അവൻ അതിൽ നിന്ന് ഒളിച്ചോടിയത് അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിയത് എന്ന് നമ്മൾ ചോദിക്കുന്നു. എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? വൈ ഡിഡ് ഹി റൺ അവേ? വൈ ഡിഡ് ഹി റൺ അവേ? നോക്കിക്കോണേ, എല്ലാ ചോദ്യങ്ങളിലും ഡിഡ് ഉണ്ട്, ആ കാര്യം വിട്ടുപോകരുത്. അപ്പോൾ നിങ്ങൾ ഇത് ബുക്കിൽ എഴുതി വെക്കുമ്പോൾ ആ ഡിഡിൻ്റെ അടിയിൽ ഒരു അണ്ടർലൈനും കൂടെ കൊടുത്തോളൂ. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഡിഡ് പ്ലസ് ബേസ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ഫോം. അപ്പം ഒരു സ്ഥലത്ത് പാസ്റ്റ് ഫോമിലും മറ്റേ സ്ഥലത്ത് ഡിഡിലും വേർബിൻ്റെ ബേസ് ഫോമിലും ജസ്റ്റ് നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുന്നു, അവൻ എന്തുകൊണ്ടാണ് ഒളിച്ചോടിയത്? അവൻ എന്തുകൊണ്ടാണ് ഒഴിഞ്ഞു മാറിയത്? വൈ ഡിഡ് ഹി റൺ അവേ? വൈ ഡിഡ് ഹി റൺ അവേ? അവന് പേടിയായിരുന്നു, അതുകൊണ്ടാണ് അവൻ ഒളിച്ചോടിയത്, ഒഴിഞ്ഞു മാറിയത്. ഹി റാൻ അവേ ബിക്കോസ് ഹി വാസ് അഫ്രൈഡ്. കണ്ടോ, പേടിയായിരിക്കുന്ന അവസ്ഥയാണ് അഫ്രൈഡ് എന്ന് പറയുന്നത്. ഹി റാൻ അവേ ബിക്കോസ് ഹി വാസ് അഫ്രൈഡ്. ഹി റാൻ അവേ ബിക്കോസ് ഹി വാസ് അഫ്രൈഡ്. നമ്മുടെ ഏതെങ്കിലും സുഹൃത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്തു. അപ്പോൾ നമ്മൾ വേറൊരാളോട് ചോദിക്കുവാണ്, അവളെന്തിനാ അങ്ങനെ ചെയ്തത്? അവളെന്താ അങ്ങനെ ചെയ്തത്?
എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റുക? വൈ ഡിഡ് ഷി ഡു ദാറ്റ്? എന്തുകൊണ്ട് എന്നുള്ള വാക്കാണ് കേട്ടോ വൈ. വൈ ഡിഡ് ഷി ഡു ദാറ്റ്? അവൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്? വൈ ഡിഡ് ഷി ഡു ദാറ്റ്? അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഉത്തരം ഷീ വാസ് ആംഗ്രി അറ്റ് യു. ഇത് വളരെ കൊളോക്കിയൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. ഫുൾ സെന്റൻസിലേക്ക് ഒന്നും പോകുന്നില്ല, ചുമ്മാ പറയാണ് ഷീ വാസ് ആംഗ്രി അറ്റ് യു. നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പം ഇങ്ങനെ വളരെ കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ, കൊളോക്കിയൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. ഫോർമൽ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാവണമെന്നില്ല. നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുന്ന ഫോമലാണ്, ബിക്കോസ് ഫോർമൽ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇതൊക്കെ നമുക്ക് കാഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. ഷീ വാസ് ആംഗ്രി അറ്റ് യു. അതാണ് സെന്റൻസ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് വേറെ സിറ്റുവേഷൻ കാണാം. നിങ്ങളുടെ പാർട്ടിക്കോ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ പോയി കഴിയുമ്പോൾ 9 മണിക്കുള്ള പാർട്ടിക്ക് ഒരാൾ 8 മണിക്കേ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുവാണ്, എന്താണ് നീ ഇത്ര നേരത്തെ വന്നത്? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റുക? Why did you come so early? Why did you come so early? എന്താ നീ ഇത്ര നേരത്തെ വന്നേ? Why did you come so early? അപ്പോൾ അയാൾ ഉത്തരം പറയുവാണ്, ഞാൻ നേരത്തെ വന്നു കാരണം എനിക്ക് ഇതിൻ്റെ കറക്റ്റ് സമയമൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുക്കും. ഒരു പാർക്കിൽ പോകുന്നതാണ്, 9 മണിക്ക് പാർക്ക് തുറക്കുന്നു, അയാൾ 8 മണിക്ക് എത്തി. അപ്പോൾ ഇയാൾ എങ്ങനെ പറയാം? I came early because I wasn't sure about the opening time. I came early because I wasn't sure about the opening time. എനിക്ക് ഓപ്പണിംഗ് ടൈമിനെ കുറിച്ച് ക്ലാരിറ്റി ഇല്ലായിരുന്നു, സമയം അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നത്. I came early because I wasn't sure about the opening time. അയാൾ ഉത്തരം പറയണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷനിലേക്ക് പോകാം. ഞാൻ മുമ്പേ പറഞ്ഞതുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് എന്തുകൊണ്ടാണ് അവൻ ജോലി രാജിവെച്ചത്? എന്തുകൊണ്ടാണ് ജോലി രാജിവെച്ചത് അല്ലെങ്കിൽ ജോലി വിട്ടിട്ട് പോയത്? നമ്മൾ മുമ്പേ പറഞ്ഞു ഒരു എക്സ്പ്രഷൻ, why did he quit his job? Why did he quit his job? അവൻ എന്തുകൊണ്ടാണ് ജോലി വിട്ടിട്ട് പോയത്? അപ്പോൾ ഇന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടൊന്നും ചെയ്യാനില്ല. ബോർ അടിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ജോലി രാജിവെച്ചു പോകും. മൊണോട്ടണസ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യാൻ പലർക്കും താല്പര്യമില്ല. എല്ലാവർക്കും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്യണം. അപ്പോൾ നമ്മൾ പറയാണ് അവൻ വിട്ടുപോയത് അവൻ ബോറടിച്ചിട്ടാണ്, അവന് ബോറടിച്ച ജോലിയിൽ എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹൗ ഡു വി സേ ദാറ്റ് ഇൻ ഇംഗ്ലീഷ്? ബിക്കോസ് ഹി ഫെൽറ്റ് ബോർഡ് അറ്റ് ഹിസ് ജോബ്. ബിക്കോസ് ഹി ഫെൽറ്റ് ബോർഡ് അറ്റ് ഹിസ് ജോബ്. അവന് ജോലിയിൽ ബോറടിച്ചു. ഓക്കെ, ഇനി വേറൊരു സിറ്റുവേഷൻ കേട്ടോ. നിങ്ങളൊരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോകണം. നിങ്ങൾ പുരുഷനാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പെൺകുട്ടിയാണെങ്കിൽ ഒരു പുരുഷനെ കാണാൻ പോകുന്നു. അപ്പോൾ നിങ്ങളൊരു പൂവൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ ചോദിക്കുവാണ്, നീ എന്തിനാണ് പൂ മേടിച്ചത്? നീ എന്തിനാണ് ഒരു പൂ മേടിച്ചത്? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? വൈ ഡിഡ് യു ബൈ എ ഫ്ലവർ? വൈ ഡിഡ് യു ബൈ എ ഫ്ലവർ? നീ എന്തിനാണ് ഒരു പൂ മേടിച്ചത്? അപ്പോൾ നമ്മൾ മറുപടി പറഞ്ഞത് എന്തെന്നറിയാവോ? എന്നിലൊരു മതിപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിന്നിലൊരു മതിപ്പുളവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൂ കൊണ്ടുവന്നത്, അല്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു വാക്കാണ് ഇംപ്രസ്. ഒരാൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം തോന്നിപ്പിക്കുക, അതാണ് നമ്മൾ ഇംപ്രസ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉത്തരം പറയുന്നു. ചോദ്യം ഇങ്ങനെയാണ്, വൈ ഡിഡ് യു ബൈ എ ഫ്ലവർ? ഉത്തരം സിമ്പിളാണ്, ടു ഇംപ്രസ് യു. ടു ഇംപ്രസ് യു. നമ്മൾ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞു, നിനക്ക് എന്നിലൊരു മതിപ്പ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ദാറ്റ്സ് ഇറ്റ്, ടു ഇംപ്രസ് യു. ഇനി ചില ആളുകളുണ്ട്, വിശന്നാ ദേഷ്യം വരും. ഓക്കെ, അപ്പോൾ ഞാൻ ചോദ്യം ഉത്തരമായിട്ട് ഒന്നിച്ച് പറയണം കേട്ടോ. അപ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ അയാളോട് ചോദിക്കുവാണ്, എന്തുകൊണ്ട് നീ ഇതുപോലെ ദേഷ്യപ്പെടുന്നത്? നീ എന്താ ഇതുപോലെ ദേഷ്യപ്പെട്ടത്? വൈ ഡിഡ് യു ഗെറ്റ് സോ ആംഗ്രി? വൈ ഡിഡ് യു ഗെറ്റ് സോ ആംഗ്രി? വൈ ഡിഡ് യു ഗെറ്റ് സോ ആംഗ്രി? നീ എന്താ ഇതുപോലെ ദേഷ്യപ്പെട്ടത്? അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായിരിക്കും കാരണം? ഞാൻ മലയാളത്തിൽ പറഞ്ഞു, അവന് വിശന്നുകൊണ്ട്. അപ്പോൾ വിശപ്പിൻ്റെ വാക്ക് എന്താണ്? ഇറ്റ്സ് ഹംഗ്രി. ദേഷ്യമാണെങ്കിൽ ആംഗ്രി, വിശപ്പാണെങ്കിൽ ഹംഗ്രി. അപ്പോൾ നമ്മൾ ഉത്തരം പറയുന്നു, ബിക്കോസ് ഐ വാസ് സോ ഹംഗ്രി. കണ്ടോ? വൈ ഡിഡ് യു ഗെറ്റ് സോ ആംഗ്രി? ബിക്കോസ് ഐ വാസ് സോ ഹംഗ്രി. എന്തുകൊണ്ട് നീ ദേഷ്യപ്പെട്ടത്? എനിക്ക് വിശന്നിട്ടാണ്. അതായത് നമ്മൾ സ്നീക്കേഴ്സിൻ്റെ പരസ്യം കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെയാണ് വിശന്ന് കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നു. സോ ഐ വാസ് സോ ഹംഗ്രി. ഒരാൾ എവിടെയെങ്കിലും പോയിട്ട് കാറിൽ വന്ന് ഇറങ്ങുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുവാണ്, നീ എവിടെ പോയത്? നീ എവിടെ പോയി, അല്ലേ? ഹൗ ഡു വി ആസ്ക് ദാറ്റ് ഇൻ ഇംഗ്ലീഷ്? വേർ ഡിഡ് യു ഗോ? വേർ ഡിഡ് യു ഗോ? വേർ ഡിഡ് യു ഗോ? നീ എവിടെയാണ് പോയത്? ഞാനൊരു സിനിമ കാണാനാണ് പോയത്. ഞാനൊരു സിനിമ കാണാൻ പോയി. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? I went to see a movie. I went to see a movie. ഞാനൊരു സിനിമ കാണാനാണ് പോയത്. I went to see a movie. ഞാനൊരു സിനിമ കാണാനാണ് പോയത്. അപ്പോൾ പുറത്ത് പോയി വന്ന ഒരാളുടെ അടുത്ത് എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറയണം, ഞാൻ കടയിലാണ് പോയത് എന്ന് വെക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം, നീ എന്താ മേടിച്ചത്, അല്ലേ? വാട്ട് ഡിഡ് യു ബൈ? നീ എന്താണ് വാങ്ങിയത്? വാട്ട് ഡിഡ് യു ബൈ? ഞാൻ ഒരു ഷർട്ട് വാങ്ങി. സിമ്പിൾ, ഐ ബോട്ട് എ ഷർട്ട്. ഐ ബോട്ട് എ ഷർട്ട്. അപ്പോൾ ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ഫിറ്റിൻ ചെയ്ത് ഉപയോഗിക്കാം. ഐ ബോട്ട് എ ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ ഐ ബോട്ട് എ കാർ, എന്ത് നിങ്ങൾക്ക് പറയാം കേട്ടോ. നിങ്ങൾ എന്ത് മേടിച്ചോ അത് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് പറയാമെന്നുള്ളൂ. സോ ഐ ബോട്ട് എ ഷർട്ട്. അടുത്ത സ്ട്രക്ചറിലേക്ക് പോകാം. നീ ആരെ കണ്ടു? നമ്മൾ ഈ സിറ്റുവേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. പോയി വന്ന ഒരാളോട് അവിടെ ആരെ കണ്ടു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സോ സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാം, ആരെ കണ്ടു. കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. ഹൂ ഡിഡ് യു മീറ്റ്? അല്ലെങ്കിൽ അവിടെ നിന്ന് ചേർക്കണമെങ്കിൽ there എന്നുള്ളത് നമുക്ക് പറയാം കേട്ടോ, കുഴപ്പമില്ല. സോ
ഹൂ ഡിഡ് യു മീറ്റ് അല്ലെങ്കിൽ ഹൂ ഡിഡ് യു മീറ്റ് ദേർ. അപ്പം ഈ ഹൂ ഡിഡ് യു, അപ്പോൾ ഹൂ എന്ന് വെച്ചാൽ ആര് എന്നല്ലേ, ആരേ എന്നല്ലല്ലോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവാം. പക്ഷെ മോഡേൺ ഇംഗ്ലീഷിൽ ആര് എന്നുള്ളതിന് പകരം, അതായത് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നു ഹൂം എന്നാണ്, പക്ഷെ അതിന് പകരം ഇന്ന് മോഡേൺ ഇംഗ്ലീഷ് നമ്മൾ ഹൂ എന്ന് തന്നെ ഉപയോഗിക്കാറുണ്ട്. സോ സ്ട്രക്ചർ എങ്ങനെ പോകുന്നു? ഹൂ ഡിഡ് യു മീറ്റ്, ഹൂ ഡിഡ് യു മീറ്റ്, ആരെയാണ് മീറ്റ് ചെയ്തത്. സ്ട്രക്ചർ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചോളൂ, പ്രാക്ടീസ് ചെയ്യണം മസ്റ്റായിട്ടും. എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു സംഭവമാണ് കേട്ടോ. ഹൂ ഡിഡ് യു മീറ്റ്? ഐ മെറ്റ് മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ കൂട്ടുകാരനെ കണ്ടു. ഐ മെറ്റ് മൈ ഫ്രണ്ട്, സിമ്പിൾ, ഐ മെറ്റ് മൈ ഫ്രണ്ട്. അല്ലെങ്കിൽ ഐ മെറ്റ് മൈ ക്ലാസ്മേറ്റ്, അല്ലേ, നമുക്ക് എന്നും പറയാം ഐ മെറ്റ് മൈ ഫ്രണ്ട്. ഐ മെറ്റ് മൈ ടീച്ചർ, ഞാൻ എൻ്റെ ടീച്ചറെ കണ്ടു, അധ്യാപകനെ കണ്ടു എന്നൊക്കെ നമുക്ക് പറയാം. സോ ഐ മെറ്റ് മൈ ഫ്രണ്ട്. ഇനി നമ്മുടെ കൂട്ടുകാരൻ്റെയോ അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് അവരെന്തെങ്കിലും ഒരു സാധനം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നു, അല്ലെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ചോദിക്കുക, ഹേയ് ഇത് നീ എങ്ങനെ ഉണ്ടാക്കിയത്, ഇതുണ്ടാക്കാൻ നിനക്ക് അറിയാമായിരുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ ഒരു സ്ട്രക്ചർ ചോദിക്കുവാണ്. ഹൗ ഡിഡ് യു മേക്ക് ഇറ്റ്, ഹൗ ഡിഡ് യു മേക്ക് ഇറ്റ്. പിന്നെ ഈ യൂട്യൂബ് നോക്കിയാണോ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹൗ ഡിഡ് യു മേക്ക് ഇറ്റ്? അയാൾ ഉത്തരം പറയുന്നു, എനിക്കറിയാമായിരുന്നു ഇതുണ്ടാക്കാൻ, എനിക്ക് അറിയാമായിരുന്നു ഇതുണ്ടാക്കാൻ. അതെങ്ങനെ പറയുക? എനിക്കറിയാമായിരുന്നു. എക്സ്പ്രഷൻ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. എനിക്കെന്ന് വെച്ചാൽ ഐ, അറിയാമായിരുന്നു, ന്യൂ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ സിറ്റുവേഷൻ ഇതാണ്, എനിക്കത് ഉണ്ടാക്കാൻ അറിയാമായിരുന്നു. ഐ ന്യൂ ഹൗ ടു മേക്ക് ഇറ്റ്, ഐ ന്യൂ ഹൗ ടു മേക്ക് ഇറ്റ്, എനിക്ക് അത് ഉണ്ടാക്കാൻ അറിയാമായിരുന്നു. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ കണ്ടു, ഇത് നീ എപ്പോഴാണ് മേടിച്ചത്, ഇത് നീ എപ്പോഴാണ് മേടിച്ചത്. വെൻ ഡിഡ് യു ബൈ ഇറ്റ്, വെൻ ഡിഡ് യു ബൈ ഇറ്റ്. അടുത്തുള്ള സാധനമാണ് കേട്ടോ ഇറ്റ്, ഇതെന്ന് നമ്മൾ പറയുന്നത്. ഇത് നീ എപ്പോഴാണ് മേടിച്ചത്. വെൻ ഡിഡ് യു ബൈ ഇറ്റ്, ഞാൻ അത് ഇന്നലെയാണ് മേടിച്ചത്, ഞാൻ അത് ഇന്നലെ വാങ്ങി. എങ്ങനെ പറയും? ഐ ബോട്ട് ഇറ്റ് യെസ്റ്റർഡേ, ഐ ബോട്ട് ഇറ്റ് യെസ്റ്റർഡേ. ഇതെപ്പോൾ സംഭവിച്ചു, ഇതെപ്പോൾ സംഭവിച്ചു. ഇപ്പോൾ നമ്മൾ വഴിയിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് കാണുന്നു, നിങ്ങളൊന്ന് ചോദിക്കുവാണ് ഇതെപ്പോൾ സംഭവിച്ചു. വെൻ ഡിഡ് ദിസ് ഹാപ്പൻ, ഇതെപ്പോൾ സംഭവിച്ചു. വെൻ ഡിഡ് ദിസ് ഹാപ്പൻ, ഇതെപ്പോൾ സംഭവിച്ചു. എനിക്കറിയില്ല. എങ്ങനെ ഇംഗ്ലീഷ് പറയുക? സിമ്പിൾ സ്ട്രക്ചറാണ്. ഐ ഡോണ്ട് നോ. വെൻ ഡിഡ് ദിസ് ഹാപ്പൻ, ഐ ഡോണ്ട് നോ. കേട്ടോ ഉത്തരം. ഇനി നിങ്ങൾക്കൊരു കൂട്ടുകാരനൊക്കെ ഉണ്ടെങ്കിൽ, ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും അവരോട് ഈ സെൻറ്റൻസസ് ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ആദ്യത്തെ ചോദ്യം ഒരാൾ ചോദിക്കുക, ഉത്തരം ഒരാൾ പറയുക. നിങ്ങൾക്ക് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനി അത് പോരാ, നിങ്ങൾക്കൊരു എക്സ്പേർട്ട് വേണം ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആക്സെൻറ്റിൽ നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം, നമ്മുടെ കോഴ്സ് അഡ്വൈസേഴ്സിനോട് സംസാരിക്കാം. ഒരു ഡെമോ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതായത് പേഴ്സണലി നിങ്ങളിലൊപ്പം വീഡിയോ കോൺഫറൻസിങ്ങിൽ ഇരുന്ന് നിങ്ങളുമായിട്ട് എല്ലാ ദിവസവും 20 മുതൽ 25 മിനിറ്റ് വരെ സംസാരിച്ച് അവർ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച് തരും. ഏകദേശം ഒരു 5 ആഴ്ച നീളുന്ന ഒരു കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഡെഫിനറ്റ് ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൊഫഷണലുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് വീട്ടിൽ നിങ്ങൾ കൂട്ടുകാരൊക്കെയായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെൻറ്റൻസ്. നമ്മൾ കുറച്ച് പേര് പുറത്ത് പോയി, കുറച്ച് ആളുകൾ ഒരു വണ്ടിക്ക് വന്നു, കുറച്ച് ആളുകൾ രണ്ടാമത്തെ ഒരു വണ്ടിക്ക് വന്നു. അപ്പോൾ നിങ്ങൾ വന്നപ്പോൾ ലേറ്റായി. നിങ്ങൾ വന്നിട്ട് ചോദിക്കുന്നു, നീ എപ്പോൾ വീട്ടിലെത്തി. വെൻ ഡിഡ് യു ഗെറ്റ് ഹോം, വെൻ ഡിഡ് യു ഗെറ്റ് ഹോം. നീ എപ്പോഴാണ് വീട്ടിലെത്തിയത്. വെൻ ഡിഡ് യു ഗെറ്റ് ഹോം. ഞാനൊരു 5 മിനിറ്റ് മുമ്പ് എത്തി, അല്ലേ, അല്ലെങ്കിൽ ഞാൻ 5 മിനിറ്റ് ആയതുള്ള എത്തിയിട്ട്. ഹൗ ഡു വി സേ ദാറ്റ് ഇൻ ഇംഗ്ലീഷ്? ഐ അറൈവ്ഡ് 5 minutes ago. ഞാൻ 5 മിനിറ്റ് മുമ്പ് എത്തിയത്. ഐ അറൈവ്ഡ് 5 minutes ago. ഞാൻ 5 മിനിറ്റ് മുമ്പാണ് എത്തിയത്. ഐ അറൈവ്ഡ് 5 minutes ago. ഞാൻ എവിടെയെങ്കിലും പോയി തിരിച്ചു വന്നു. നീ അവിടെ എത്ര നേരം നിന്നു. നീ എത്ര നേരം നിന്നു. ഹൗ ലോങ് ഡിഡ് യു സ്റ്റേ. നീ ഇവിടെ എത്ര നേരം നിന്നു, അല്ലേ, നീ അവിടെ എത്ര നേരം നിന്നു. ഹൗ ലോങ് ഡിഡ് യു സ്റ്റേ. അവിടെ നമുക്ക് വേണമെങ്കിൽ ദെയർ ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഹൗ ലോങ് ഡിഡ് യു സ്റ്റേ ദെയർ, അല്ലെങ്കിൽ ഹൗ ലോങ് ഡിഡ് യു സ്റ്റേ. ഉത്തരം, ഞാനവിടെ ഏകദേശം 1 മണിക്കൂർ ഉണ്ടായിരുന്നു. ഞാനവിടെ ഏകദേശം 1 മണിക്കൂർ ഉണ്ടായിരുന്നു. എങ്ങനെ പറയുക? ഐ വാസ് ദെയർ ഫോർ an hour. ഐ വാസ് ദെയർ ഫോർ an hour. ഞാൻ ഏകദേശം 1 മണിക്കൂർ. ഓക്കെ, ഏകദേശമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഐ വാസ് ദെയർ ഫോർ ഓൾമോസ്റ്റ് an hour. ഓൾമോസ്റ്റ് ഒരു മണിക്കൂറത്തേക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇനി സിമ്പിളായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് നോക്കാം കേട്ടോ. ചോദ്യം ഇതാണ്, നീ നിന്റെ റൂം ക്ലീൻ ചെയ്തോ. എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ക്ലീൻ യുവർ റൂം. ഡിഡ് യു ക്ലീൻ യുവർ റൂം. സിമ്പിൾ ഉത്തരവേ, യെസ് ഐ ഡിഡ്. യെസ് ഐ ഡിഡ്. പിന്നെ നിങ്ങൾ ചില സിനിമകളിലൊക്കെ ഇത് കാണാൻ നോക്ക്, ഈ ഒരു എക്സ്പ്രഷൻ യെസ് ഐ ഡിഡ്, നോ ഐ ഡിഡ്ന്റ്. ഓക്കെ, ചെയ്തു, ചെയ്തില്ല. അപ്പം ഡിഡ് യു ക്ലീൻ യുവർ റൂം? യെസ് ഐ ഡിഡ്. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ. നീ എന്തെങ്കിലും പറഞ്ഞോ. ഒരു കൂട്ടുകാരൻ എന്തെങ്കിലും പറയുന്നതിടെ നമുക്ക് തോന്നി, നീ എന്തെങ്കിലും പറഞ്ഞോ. എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡിഡ് യു സേ സംതിങ്. ഡിഡ് യു സേ സംതിങ്. നീ എന്തെങ്കിലും പറഞ്ഞോ. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഉത്തരം എങ്ങനെയാണ് പറയുക അപ്പോൾ ഡിഡ് യു സേ സംതിങ്? നോ ഐ ഡിഡ്ന്റ്. ഡിഡ് യു സേ സംതിങ്? നോ ഐ ഡിഡ്ന്റ്.
Now we moving on to the last structure. നമ്മൾ കേട്ട സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് കേട്ടോ. ഞാൻ ഒരു തവണ കൂടി ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നീ അവിടെ ആരെയാണ് മീറ്റ് ചെയ്തത്? ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്കുള്ള ചാലഞ്ചാണ് കേട്ടോ. ഇത് നിങ്ങൾ ഇതിൻ്റെ ഉത്തരം ഒന്ന് താഴെ ടൈപ്പ് ചെയ്യുക. ഞാൻ നോക്കട്ടെ നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ എന്ന്. കാരണം മുമ്പിൽ എഴുതിയിരിക്കുന്ന കാര്യമോ പറഞ്ഞ കാര്യമോ ഒന്നും നിങ്ങൾ നോക്കരുത്, മനസ്സിൽ നിന്ന് എടുത്തെഴുതുക. നീ അവിടെ ആരെയാണ് മീറ്റ് ചെയ്തത്? എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഓക്കെ, ലെറ്റ്സ് സീ ദി ആൻസർ. ഹൂ ഡിഡ് യു മീറ്റ് there? Who did you meet there? കാരണം നമ്മൾ പഠിച്ചതാണ് കേട്ടോ, വിട്ടുപോകരുത്. പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ മാത്രം പോരാ, തലച്ചോറിൽ കയറണം, പ്രാക്ടീസ് ചെയ്യണം. അത് വിട്ടുപോകില്ല, കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹൂ ഡിഡ് യു മീറ്റ് there? ഞാനവിടെ എൻ്റെ അമ്മയാണ് കണ്ടത്. അതെങ്ങനെ ഉത്തരത്തിൽ പറയുക? ഐ മെറ്റ് മൈ മദർ there. ഐ മെറ്റ് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയാണ് കണ്ടത്. അപ്പോൾ നമ്മളിന്ന് കണ്ടത് 20 സിമ്പിൾ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ്. ഇതിൻ്റെ പ്രത്യേകത എല്ലാത്തിലും ഡിഡ് ഉണ്ട്. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മളിത് ഉപയോഗിച്ചിട്ടുള്ളത്. സോ കീപ് പ്രാക്ടീസിങ് ഇംഗ്ലീഷ്. നിങ്ങൾ കൂട്ടുകാരുമായിട്ട് ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ ലാംഗ്വേജ് സംസാരിക്കാൻ കഴിവുള്ള ഒരു തലമുറ നമുക്ക് ഉണ്ടാവട്ടെ. ചെറിയ കുട്ടികളെയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ വെരി സൂൺ. താങ്ക് യു.